നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. സ്ഥലം തൃശ്ശൂർ കുട്ടനല്ലൂർ. തൃശ്ശൂരിൽ നിന്ന് 5 കിലോമീറ്റർ കുട്ടനല്ലൂർ തോട്ടപ്പടി എന്ന സ്ഥലം. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ഗോൾഡൻ അക്വേറിയം വർക്ക്സ്. ഇത് അക്വേറിയങ്ങൾക്കുള്ള സ്റ്റാൻഡ്, ടോപ്പ് വെറൈറ്റികളുണ്ട്, പല വെറൈറ്റികളുണ്ട്. ഇത് റബ്ബർ, ഇത് വാട്ടർ പ്രൂഫ് പ്ലൈവുഡ്, ഇത് സാധാ പ്ലൈവുഡ്, ഇത് മരത്തിൻ്റെ മേശ. ഇതിൻ്റെ ഉള്ളിലാണ് ടാങ്ക് വയ്ക്കുക. അതിന് ഉള്ളിലേക്കാണ് ഇതിങ്ങനെ വരാം. ഞാനൊരു 32 വർഷമായി ഈ മേഖല എത്തിയിട്ട്. ഞങ്ങൾ തന്നെ ഇത് ആദ്യം ഇവിടെ ഈ ഫീൽഡിൽ ഇറക്കിയത് ഞങ്ങൾ തന്നെയാണ്. അത് ഞാനും വേറെ ഇതിനും കൂടിയാണ് ഇത് ഇറക്കിയത്. ഞാൻ വേറൊരു ഫർണിച്ചറിൻ്റെ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ ആൾ വന്ന് ഇങ്ങനെ ചോദിച്ചു, ഇത് നിങ്ങൾക്ക് പണിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം പണിയാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നെ ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ കുഴപ്പമില്ലാന്ന് വെച്ചു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു. 15 പണിക്കാർ വരെ ഉണ്ടായിരുന്നു ആദ്യം. ഷോപ്പ് തുടങ്ങിയപ്പോൾ 4 ആളുണ്ടാകുന്നുള്ളൂ. പിന്നെ അങ്ങനെ ആൾക്കാർ കൂട്ടി എടുത്ത് ചെയ്തു. പ്രൊഡക്ഷൻ നന്നാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വർക്കിന് 6 ആള്. മുന്നേ ഉണ്ടായിരുന്നു 15 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ 6 ആള്. ഇത് മരം, പ്ലൈവുഡ്, റബ്ബറിൻ്റെ ഷീറ്റ്, പിന്നെ ഫൈബറിൻ്റെ ഷീറ്റ്, അതിൻ്റെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ ഇത് വരുമ്പോൾ അതിനനുസരിച്ച് മാറണ്ടേ, അപ്പോൾ അതിനനുസരിച്ച് മാറും. അത് 1 അടി തൊട്ട് എത്ര നീളം വരെ ഒരു കസ്റ്റമേഴ്സിന് എത്ര അടി നീളത്തിലുള്ള വേണം, എത്ര അടി വീതി വേണം, എത്ര അടി ഉയരം വേണം, അത് കസ്റ്റമേഴ്സിൻ്റെ വീട്ടിലോ അതോ അവരെ പോർച്ചിലോ എവിടെ സൗകര്യം എന്ന് വെച്ചിട്ട് ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്നത്. നോർമല് ഈ സൈസ് 2 അടി നീളം 1 അടി വീതിയാണ്. ഇതാണ് അധികം സൈസ്. സെയിലും ഇതാണ് അധികം. അതൊരു സ്റ്റാൻഡേർഡ് സൈസാണ്. 2 അടി നീളം 1 അടി വീതി, 1.25 അടി 1.5 അടി ഹൈറ്റ്. അതാണ് സ്റ്റാൻഡേർഡ് സൈസ്. പിന്നെ ഇതിന് ചെറുതുണ്ട്, 1.5 അടി ഉണ്ട്, പിന്നെ 1 അടി ഉണ്ട്, പിന്നെ 2, 2.5, 3 ഇങ്ങനെ 8 അടി വരെ പോവും. വീതി 1 അടി 2 അടി 1.5 അടി ഒക്കെ ഉണ്ട്. അത് ഓരോരുത്തരും പൈസ അനുസരിച്ചും ഓരോ വീടിന്റെ സൗകര്യം അനുസരിച്ചും. ഇത് റബ്ബർ പുതിയതായിട്ട് ഇറക്കിയതാണ് റബ്ബർ. ഇത് വാട്ടർ പ്രൂഫിന്റെ ബാംബു പ്ലൈ, പനമ്പന്റെയാണ്. അപ്പുറത്ത് പ്ലൈവുഡ്, സാധാ പ്ലൈവുഡ്. അതാണ് ടോപ്പുകൾ. ഇത് ഈ സ്റ്റാൻഡ് മരത്തിൻ്റെയാണ്. അത് ഓരോ ഇപ്പോൾ ഈ സ്റ്റാൻഡ് വാഴമരത്തിനാണ്. അതായത് ഏത് മരം, ഒരു തടിയുള്ള മരമല്ല, പല തടിയുള്ള മരങ്ങളാണ്. പിന്നെ തേക്കോ വീട്ടിയോ മഹാഗണിയോ ഏത് മരം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പം അതിനനുസരിച്ചുള്ള ഇത് കൂടുന്നത് മാത്രം, പൈസ അതിനനുസരിച്ച് കൂടുന്നത്. മരത്തിൻ്റെ നമ്മൾ തടി എടുത്തെടുക്കുമ്പോൾ പൈസ വരും. അപ്പം അതിനനുസരിച്ചുള്ള റേറ്റിന് ഇത് ചെയ്തു കൊടുക്കും. അക്വേറിയത്തിൻ്റെ ആൾ വന്നിട്ട് ഇതിങ്ങനെ പണിത് തരാൻ പറ്റുമോ ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞു പണിത് നോക്കാം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 32 കൊല്ലമായി. ഇപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പണികളൊക്കെ അത്യാവശ്യം നല്ല സെയിലൊക്കെ ഉണ്ടായിരുന്നു. ഫൈബർ വന്നാലും നമ്മൾ പ്ലൈവുഡിൽ തന്നെ അന്നൊന്നും ചെയ്തിട്ട് അങ്ങനെ കോമ്പറ്റീഷൻ നമുക്ക് മറികടന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വരുന്നത്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ, 3 മക്കളും വൈഫും, പിന്നെ 2 ചേട്ടന്മാരും 2 ചേച്ചിമാരും ഉണ്ട്. ഈ പ്ലാൻ ഇതന്നെ കണ്ടിന്യൂസ് ചെയ്ത് നമ്മളെ മരണം വരെ ഇത് കൊണ്ടുപോവാം. പിന്നെ പിള്ളേരൊക്കെ വേറെ അതിൽ പഠിക്കാണ്. ഒരാള് ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്, ഒരാൾ പിന്നെ ജർമ്മൻ ഭാഷ പഠിച്ച് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 2 ലോജിസ്റ്റിക് കഴിഞ്ഞിരിക്കുന്നു ജോലിക്ക്. ഗ്യാരണ്ടി ഇപ്പോൾ ഇറക്കിയ ഗ്യാരണ്ടി നമുക്ക് ജീവിതകാലം മുഴുക്കാൻ കൊടുക്കാം, നാശാവില്ല വന്നിട്ട്. ഇത് ഈ റബ്ബർ, ഈ പ്രൊഡക്ഷൻ കഴുകാം, നമുക്ക് തുടയ്ക്കാം, കേടുവരില്ല. അതായത് ഇങ്ങനെ മരത്തിൻ്റെ മാതിരി ഉത്തുവെച്ച് പോവില്ല, ചതിരി പിടിക്കില്ല, അതൊന്നും ചെയ്യില്ല ഇത് ഈ പ്രൊഡക്ഷൻ. ഇത് വാട്ടർ പ്രൂഫാണ്. ഇത് വാട്ടർ പ്രൂഫാണ് പ്ലൈവുഡ്. ഈ പ്ലൈ വെള്ളം നനഞ്ഞാലൊന്നും നാശാവില്ല. ഒരു 5 കൊല്ലം എന്തായാലും ഗ്യാരണ്ടി ഉണ്ടാവും. പ്രൊഡക്റ്റിന് ഗ്യാരണ്ടി ഇല്ല. ഇത് സാധാ പ്ലൈവുഡാണ്, വില കുറവുള്ള മെറ്റീരിയലാണ്. അതാണ് ഇതിന് ഗ്യാരണ്ടി ഇല്ലാത്തത്.
കസ്റ്റമർ ഞാൻ പറഞ്ഞു ആദ്യം തൊട്ടാണ് നമ്മുടെ കസ്റ്റമേഴ്സ്, എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ 20 കൊല്ലം പഴക്കമുള്ള കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് എനിക്ക്. ഞങ്ങള് അങ്ങനെ ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ് 20 കൊല്ലം വരെ പഴക്കമുള്ള ആൾക്കാരുണ്ട്. ചിലര് ഈ ഫീൽഡിൽ നിന്ന് ആൾക്കാർ മരിച്ചുപോയി, അത് കാരണം ഈ ഫീൽഡ് വിട്ടു. അധികം 15ഉം 20ഉം കൊല്ലം ഇതുള്ളവരാണ് അധികം നമ്മുടെ ഫീൽഡിലുള്ളവര്. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മള് അവരോട് പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നല്ല മെയിൻ കാര്യങ്ങൾ. അതായത് അക്വേറിയത്തിന്റെ കാര്യങ്ങൾക്ക് മെയിൻ ആയിട്ട് മീനിലാണ് വരുന്നത്. ഫിഷില് വരാന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അത് കൊണ്ടുനടന്നില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം മേടിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വേറെ മാറ്റി ചെയ്യാം. പക്ഷെ ഫിഷിന് അങ്ങനെ പറ്റില്ല. ഫിഷിന് ഇന്ന് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ചത്തുപോകും. അങ്ങനത്തെ ഉണ്ട്. അത് ശരിക്കും അതിനെ നല്ല മാതിരി അതിനെ ട്രീറ്റ് ചെയ്യണം. എന്നാലാണ് അത് നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ പരിചയം വേണം. ചുരുങ്ങിയതൊരു 12 മാസമെങ്കിലും പരിചയം ഉണ്ടായാലാണ് ഈ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീന് പലതിനും പല ക്ലൈമറ്റിലും പലതരം രോഗങ്ങൾ വരും, ചത്തുപോകും. അതിന് ഫംഗസ് വരും. അതേപോലെ അതിന് പാലിന്റെ തുമ്പത്ത് ഓരോ ഭാഗങ്ങൾ പോവും. അതേപോലെ മീശ കൊഴിയും. അതിനൊക്കെ നമ്മൾ മറികടന്ന് അറിയണം, അതിനെ പറ്റി അതിനുള്ള ട്രീറ്റ് കൊടുക്കണം. എന്നാലേ ഇത് ഈ അക്വേറിയം ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇല്ല, എനിക്ക് ഫർണിച്ചർ ഉണ്ടായിരുന്നു. എനിക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാരണം ഫർണിച്ചർ ഒഴിവാക്കിയിരിക്കുകയാണ്. എല്ലാ വർക്കുകളും നമ്മൾ ചെയ്യും, വീടിന്റെ പണികളും ചെയ്യും, ഫർണിച്ചറും ചെയ്യും. പക്ഷെ ഇത് നമുക്ക് ടൈമിന് കൊടുക്കാൻ പറ്റുന്ന കാരണം ഇപ്പോൾ ആ പണികൾ മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഷോക്കേസുകളൊക്കെ ചിലവര് ഇത് വെക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റായിട്ട് അളവൊക്കെ നോക്കി ഫ്രെയിമൊക്കെ ചെയ്ത് അതിനുള്ള ഇതുകൾ ചെയ്തു കൊടുക്കും. പിന്നെ ചിലവര് കിച്ചണിൽ വെക്കും, കിച്ചണിലും ഡൈനിങ് ഹാളിൽ വെക്കും, അപ്പുറത്തെ ഇപ്പുറത്തെ വ്യൂ മാതിരി വെക്കും. അതിനുള്ളിലേക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കലുണ്ട്. പൊള്ളാച്ചി, കോയമ്പത്തൂര്, മധുര, ഇതിപ്പോൾ ഓൾറെഡി എല്ലാ ആഴ്ചകളിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും അത് ചിലവർക്ക് വണ്ടി വിടും. അപ്പോൾ അവര് വണ്ടിയിൽ കൊണ്ടുപോകും. അത് തീരെ പറ്റാത്ത ആൾക്കാർക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കും. കറക്റ്റ് ഒരു തൃശ്ശൂർ ജില്ലയില് തൃശ്ശൂരിൽ നിന്ന് 5 കിലോമീറ്റർ വന്ന് കുട്ടനല്ലൂര് ദേശത്ത് തോട്ടപ്പടി ബസ് സ്റ്റോപ്പിന്റെ അവിടുന്ന് ചുള്ളിപ്പറമ്പ് അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്ക് ലൊക്കേഷൻ വരാം. സ്ഥാപനത്തിന്റെ പേര് ഗോൾഡൻ അക്വേറിയം വർക്ക്സ്.